സംസ്ഥാനത്തെ രൂക്ഷ ധനപ്രതിസന്ധിക്ക് മുൻ ധനമന്ത്രി പഴിചാരി ധനവകുപ്പ് 14-ാം ധനകാര്യ കമ്മീഷനിലാണ് മോശം ധനവിനിയോഗം നടന്നിട്ടുള്ളതായി കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. കൂടാതെ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്തുന്നവരുടെ യോഗ്യതകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാതിരുന്നത് PSC സെക്രട്ടറിയോട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും വിവരം നിഷേധിച്ചതിനാൽ PSC ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് ഷോക്കേസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷെ ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഒരുപക്ഷെ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെയും നടത്തുന്നത്. എന്നാൽ ഇപ്പോഴും ഈ ഒരു രൂക്ഷമായ ഒരു പ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും മുൻ ധനമന്ത്രിക്ക് മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, സംസ്ഥാനത്തെ രൂക്ഷ ധനപ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയിരുന്നു. ഇന്നലെയായിരുന്നു ആ കേസിന്റെ വാദങ്ങളും ഒക്കെ നടന്നത്. ഈ വാദത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു പരാമർശം ഉയർന്നത്. 14-ാം ധന കമ്മീഷന്റെ കാലത്ത് ആണ് ഇത്തരത്തിലൊരു മോശം ധനവിനിയോഗം നടന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന് പ്രകാരം ഉള്ള നടപടി നിലവിലെ 15-ാം ധന കമ്മീഷന്റെ റിപ്പോർട്ടുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് കടപരിധി വെട്ടിക്കുറയ്ക്കരുത്. അതോടൊപ്പം തന്നെ ഈ കടത്തിന്റെ 14-ാം ധനകാര്യ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മോശം ധനവിനിയോഗത്തെ തുടർന്നുണ്ടായ ധനപ്രതിസന്ധി നിലവിലെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തരുതുമെന്നൊരു ആവശ്യം സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്നും ഒരു വാദം ഉയർന്നിരുന്നു. നമുക്കറിയാം 14-ാം ധനകാര്യ കമ്മീഷൻ 2019 കൂടിയാണ് അവസാനിക്കുന്നത്. 2019 ഒരു 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2019 കാലയളവ് എന്ന് പറയുന്നത് 1-ാം പിണറായി സർക്കാരിന്റെ കാലയളവാണ്. അതായത് തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 14-ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് ചെന്നിരിക്കുന്നത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ മോശം ധനവിനിയോഗം നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 1-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആ സമയത്തെ ധനവകുപ്പാണ് മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും മസാല ബോണ്ട് വഴി കിഫ്ബിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കടമെടുക്കുന്നത്. ഏതാണ്ട് 2600 കോടിയോളം രൂപ, ക്ഷമിക്കണം 2100 കോടിയോളം രൂപയാണ് ഈ മസാല ബോണ്ട് വഴി കിഫ്ബിക്കായി കടമെടുത്തിട്ടുള്ളത്. അതിൻ്റെ പലിശ തന്നെ ഏതാണ്ട് 1000 കോടിയോളം രൂപ അധികം രൂപ നൽകാനുണ്ട്. 5 വർഷം കൊണ്ട് ഈ പണം അടച്ചു നൽകുമെന്നായിരുന്നു, അല്ലെങ്കിൽ അടച്ചു തീർക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ അന്നത്തെ ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ്. പക്ഷേ 5 വർഷം പിന്നിട്ട് ഏതാണ്ട് 7 വർഷത്തിലേക്ക് കടക്കുമ്പോഴും അതിൽ നിന്നും 1 രൂപ പോലും അടച്ചു തീർത്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വഴിയായിരുന്നു ഈ തുക കിഫ്ബിയിലേക്ക് എടുത്തത്. അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾക്കായി ക്യാപെക്സ് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാപെക്സ് ഫണ്ടിലൊക്കെ സംസ്ഥാന ധനവകുപ്പ് വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഈ വകുപ്പുകളൊക്കെ വകമാറ്റി, അതുപോലെ തന്നെ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടും ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ പൊരുത്തക്കേടുകൾ വരുത്തിക്കൊണ്ട് ഈ തുകയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള തുക ലഭ്യമായിരുന്നില്ല. അപ്പോൾ 14-ാം ധനകാര്യ കമ്മീഷൻ പരാമർശിക്കുന്ന രീതിയിൽ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ സമയത്തെ ധനവകുപ്പ് ഒരു പരിധിവരെയൊക്കെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ വ്യക്തമായിട്ടുള്ളൊരു നടപടിയെടുക്കുക, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് മറികടക്കാനുള്ള രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തെ ഈ പൊതുകടവും കൂടി, അല്ലെങ്കിൽ ആ സമയത്തെ കടം കൂടി നിലവിലെ പൊതുകടത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ഈ കേന്ദ്ര സർക്കാർ വാദിക്കുമ്പോൾ അത് അങ്ങനെയല്ല. നിലവിലെ ധനവകുപ്പ് നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. GST ഉൾപ്പെടെയുള്ള വരുമാനത്തിൽ വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഗ്രാഫുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, സാലറി ഇൻകം റേറ്റിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോപ്പുലേഷൻ്റെ കാര്യം ഇപ്പോൾ നിലവിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം വരുമാനം കൊടുക്കുന്നത് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. 1987 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 14-ാം ധനകാര്യ കമ്മീഷൻ വരെ ഈ കേന്ദ്രം വരുമാനം നൽകിയത്. അതിപ്പോൾ
2011 കേരളത്തിന് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ വരുമാനം കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക കുറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെയാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഉള്ള ധനവകുപ്പ് സംസ്ഥാനത്തെ ധനവിനിയോഗത്തിൽ നടത്തിയ മോശം ഇടപെടലുകളാണ് നിലവിലെ ധനപ്രതിസന്ധിക്ക് കാരണമെന്നാണ് നിലവിലെ ധനവകുപ്പ് പറയാതെ പറയുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം പൊതുകടമായിട്ട് തന്നെ ഈ നിലവിലെ മന്ത്രിസഭ അല്ലെങ്കിൽ നിലവിലെ ധനവകുപ്പിന്റെ പൊതുകടമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പൊതുകടമായിട്ട് ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കടമെടുക്കാനുള്ള കടപരിധി കുറയും. അതോടൊപ്പം തന്നെ അടച്ചു തീർക്കേണ്ട പൈസയുടെ അല്ലെങ്കിൽ സംസ്ഥാനം അടച്ചു തീർക്കേണ്ട കടത്തിന്റെ അളവ് കൂടും. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിലെ ധനവകുപ്പ് ഇത്തരത്തിലൊരു പരോക്ഷമായിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് എത്തിച്ചേർന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 7 വർഷമായിട്ട് സംസ്ഥാനത്തെ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ധനവിനിയോഗം എന്ന് പറയുന്നത് ശരിയായ രീതിയിലല്ല നടക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പൊതുകടത്തിന് അകത്ത് നിന്നുകൊണ്ടും അല്ലെങ്കിൽ പൊതുകടം എടുത്തുകൊണ്ടും കടമെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നേരത്തെ എടുത്ത കടം അടച്ചു തീർക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള കടമെടുപ്പ് രാജ്യത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയും കടമെടുപ്പിനെ ഒരു 1% താഴെയെങ്കിലും കാര്യമായി ബാധിച്ചേക്കാം. അത്തരത്തിലൊരു നിയന്ത്രണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പഴയ അല്ലെങ്കിൽ മുൻ ധനകാര്യ വകുപ്പിനെ അല്ലെങ്കിൽ മുൻ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പിനെ പരോക്ഷമായിട്ടാണെങ്കിലും ഈ നിലവിലെ ധനവകുപ്പ് ഇത്തരത്തിൽ പഴിചാരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. വിഷ്ണു, ടിൻഡു, ഒരുപക്ഷെ ഈ ഒരു ധനപ്രതിസന്ധി എന്ന് പറയുമ്പോഴും മറുവശത്ത് ഇത്തരത്തിൽ ധൂർത്തിന് ഒട്ടും കുറവില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ നമുക്കറിയാം ഈ ധൂർത്ത് നവകേരള സദസ്സിലടക്കം ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാരിൻ്റെ മുഖാമുഖം പരിപാടി തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ധൂർത്ത് നടക്കുന്നു. മറുവശത്ത് ഇത്തരത്തിൽ പെൻഷൻ കിട്ടാത്ത സാഹചര്യം, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിലുണ്ടാകുന്ന പ്രതിസന്ധി, അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ മുഖം മിനുക്കാൻ പണമുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അത്തരത്തിൽ വേണം നമുക്ക് അങ്ങനെ ഒരു വാദവും കൂടി ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് നിലവിലെ ധനവിനിയോഗം അല്ലെങ്കിൽ സംസ്ഥാനത്തെ അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ ദൈനംദിന ചിലവ് എന്നൊരു കാര്യമുണ്ട്. ഈ ദൈനംദിന ചിലവിനെയൊക്കെ വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള മുഖം മിനുക്കൽ പരിപാടികളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിൻ്റെ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാനത്ത് അനാവശ്യമായിട്ടുള്ള സൗജന്യ വിതരണങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുന്നത് സംസ്ഥാനത്തിന് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ മാത്രമാണ് പ്രഖ്യാപിക്കേണ്ടതെന്നൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്താതിരിക്കാനും ഒരുപക്ഷെ നമുക്ക് അധികമായി പുറത്തുനിന്ന് കടം എടുക്കേണ്ടി വരാതിരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഒഴിവാക്കാനും കൂടിയൊക്കെ ആയിട്ടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഈ നിർദ്ദേശം. പക്ഷേ ഈ നിർദ്ദേശമൊന്നും പാലിക്കാത്ത ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഈ കടമെടുപ്പ് പോലുള്ള ഈ രീതികളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത്. ആ നിയന്ത്രണം കൊണ്ടുവരുന്ന സമയത്തും ഈ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളങ്ങൾ, അതുപോലെ തന്നെ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഈ പദ്ധതികളിലൊക്കെ തുക വകമാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. ഒരുപക്ഷെ അത് വാർത്തയാകുമ്പോഴും ഒക്കെ തന്നെ ഈ ആർഭാടങ്ങളിലേക്ക് ചിലവഴിക്കുന്ന തുക ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ച സാമൂഹിക പദ്ധതികൾക്ക് ഒരു വിഹിതമെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നില്ല. ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഏതാണ്ട് 7 മാസത്തോളമുള്ള ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് സംസ്ഥാനത്ത് മുടങ്ങി കിടക്കുന്നത്. അതിൽ 3 മാസത്തെ പെൻഷൻ കൊടുക്കാമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇലക്ഷൻ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമായിരിക്കണം. ഈ 3 മാസത്തെ പെൻഷൻ കൊടുക്കാമെങ്കിൽ ഒരു മാസം കുറഞ്ഞത് 900 കോടിയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ 900 കോടിയോളം രൂപയാണ് ഒരു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യണം. അപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ നമുക്കത് ആ 3 മാസം ഈ 900 കോടി എന്ന് പറയുന്ന സാധനം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ അല്ലെങ്കിൽ പൊതു ഖജനാവിൽ നിന്നും എടുക്കാൻ
കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ സാഹചര്യത്തിലാണ് ഈ പുറത്തു നിന്നും കടമെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ 5000 കോടിയോളം രൂപയ്ക്കകത്താണ് ശമ്പളത്തിനും അതുപോലെ തന്നെ മറ്റ് അലവൻസുകൾക്കും മറ്റ് സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ 5000 കോടിയോളം രൂപ വരും. അപ്പോൾ ഒരു മാസം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നിലവിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയുള്ള കാര്യമാണ്. കാരണം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ പദ്ധതി ചെലവുകൾ വെട്ടിച്ചുരുക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം ട്രഷറിയിലേക്ക് മാറ്റുക തുടങ്ങിയ മാറ്റത്തിരിച്ചലുകൾ അല്ലെങ്കിൽ തുടങ്ങിയ ഇത്തരത്തിലുള്ള ഈ അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ടാണ് ഒരു മാസത്തെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എല്ലാ കാലവും ചർച്ച ചെയ്യുന്ന കാര്യമാണ് KSRTC ജീവനക്കാരുടെ ശമ്പളം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി കൊണ്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ദോഷകരമാകാത്ത രീതിയിൽ കാര്യങ്ങൾ അത്തരത്തിൽ അത് തന്നെയാണ് വിഷയം.